ഹലോ ഗൈസ്. അതെ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഐ ടിയിൽ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ ഐ ടിയിലുള്ള ആൾക്കാരെ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവർക്ക് ഉപകാരപ്പെടട്ടെ. അതെ, നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുക? അതായത് ഞാൻ പറയാൻ പോകുന്നത് ഐ ടി ബേസ്ഡുള്ളതാണ്. കാരണം ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം എനിക്ക് കൂടുതൽ അറിയാവുന്നത് ഐ ടി ഫീൽഡിലെ ഇൻ്റർവ്യൂവിനെ പറ്റിയാണ്. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂസും അതിനകത്ത് ഞാൻ ഉപയോഗിച്ചൊരു ചെറിയ ട്രിക്ക്, അത് നിങ്ങൾക്ക് എത്രത്തോളം വർക്കൗട്ട് ആകുന്നറിയില്ല. ഐ ടിയിൽ ജോബ് നോക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഇപ്പം പഠിച്ചിറങ്ങിയ ആൾക്കാർക്കും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ വർക്കൗട്ട് ആവും. മോസ്റ്റ്ലി ഞാനിവിടെ വന്നത് വിസിറ്റ് വിസയല്ല, യു എയിൽ വന്നത്. ആ സമയത്ത് ഭയങ്കര ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിങ് ടൈം ആയിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടില്ല. ആകെപ്പാടെ 4 ഇൻ്റർവ്യൂസാണ് കിട്ടിയത്. അപ്പം അതിൽ ഫസ്റ്റിലത്തെ 2 ഞാൻ ഒന്നാന്തരമായിട്ട് പൊട്ടി. ഓക്കെ, മൂന്നാമത്തേത് ഫസ്റ്റ് റൗണ്ട് ഞാൻ ടെക്നിക്കലി ക്രാക്ക് ചെയ്തു, പക്ഷേ അതിന് സെക്കൻഡ് റൗണ്ടിൽ വിളിച്ചില്ല. ഫോർത്ത് വണ്ണ് ടെക്നിക്കലി ക്രാക്ക് ചെയ്ത് സെക്കൻഡ് റൗണ്ട് വിളിച്ചു, അത് റെഡിയായി. അങ്ങനെയാണ് തിരിച്ച് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ വന്ന് 3 മാസം ഇരുന്നിട്ട് 3 മാസം കൊണ്ട് എനിക്ക് ജോലി റെഡിയായില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് ഇത് റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് കയറി വരുന്നത്, 1 മാസത്തോടെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ചെയ്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻ്റർവ്യൂസ് എത്രത്തോളം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടി വരും. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് 4 കിട്ടിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ ഐ ടിയുടെ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ലിങ്ക്ഡിൻ ത്രൂവും അല്ലാത്തുള്ള ആപ്ലിക്കേഷൻ ഇൻഡീഡ് വഴിയും ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കുറേ കോഴ്സുകൾ വന്നു. അതിൻ്റെ അകത്തൊരു 10-12 ഞാൻ അറ്റൻഡ് ചെയ്തു. 10-12 അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, അറ്റൻഡ് ചെയ്ത സമയത്ത് ഈ കോൾ റെക്കോർഡ് ചെയ്തു. അതായത് ഇൻ്റർവ്യൂ സെഷൻസ് ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു. ഈ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് പിന്നെ ഇരുന്ന് പഠിക്കുക. കാരണം രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ എടുത്ത് ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടും. കാരണം നമുക്ക് അത്രയും ആൻസേഴ്സ് അറിയാം, അത്രയും ടെക്നിക്കലി നോളേജ് നമുക്ക് കൂടും. അപ്പോൾ അറിയത്തില്ലാത്തത് നമ്മൾ റിസർച്ച് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും, അത് വെച്ച് നമ്മൾ റെഫർ ചെയ്ത സമയത്ത് റെഫർ ചെയ്ത് നമ്മളത് നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മളത് പഠിച്ചെടുക്കുക കുറച്ചും കൂടെ. അപ്പം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പം ഞാൻ ആദ്യം ചെയ്ത ആദ്യത്തെ ഒരു 6 ഇൻ്റർവ്യൂസ് ഞാൻ പടലം പൊട്ടി. ഇന്ത്യയിലെ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയാണ് ഇവിടുത്തെക്കാട്ടിൽ. കാരണം ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ ഐ ടി ഇൻ്റർവ്യൂസിന്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്, ക്ലൗഡ് എഞ്ചിനീയേഴ്സ്, നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഫീൽഡിലേക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ചോദിക്കാറുള്ളൂ. ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് ആണെന്ന് പറഞ്ഞാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു ടാസ്ക് തന്നിട്ട് അത് ചെയ്യാൻ പറയുമോ ഇത് ചെയ്യാൻ പറയുമോ അങ്ങനെയൊന്നുമില്ല. അവർ നോക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നമ്മുടെ നോളജ് ലെവൽ എന്തുകൊണ്ട്, നമ്മുടെ ഡ്രസ് സെൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഡ്രസ് കോഡ് എങ്ങനെയുണ്ട്, നമ്മുടെ ബിഹേവിയർ എങ്ങനെയുണ്ട്, നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കീ പോയിൻറ്റ്സുകളുണ്ട്. ഇത് മാത്രമാണ് അവർ നമ്മളെ നോട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ആൻസർ പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ്, നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം അതിന് നമുക്ക് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെപ്പറ്റി എത്രത്തോളം നോളജ് ഉണ്ട്. അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യത്തെ 6 ഞാൻ പടലം പൊട്ടി. കാരണം ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇവിടെയും പറയും, ഒന്നും എക്സാക്റ്റ് ആൻസറായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ പ്രിപ്പയർ ചെയ്തു. 7ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രസിസ്റ്റൻസ് സിസ്റ്റം എന്ന് പറയും, ഇന്ത്യയിലെ ഒരു MNC ആണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തൊരു പുള്ളി നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ പുള്ളി ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആദ്യത്തെ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിന് ഞാനൊരുവിധം നല്ലപോലെ ആൻസറുകൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ആ പ്ലേറ്റ് എനിക്ക് മാറ്റി, നേരെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ടെക്നിക്കലി ചോദിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ആൻസർ പറയുമ്പോഴത്തേന് പുള്ളി അതിൻ്റെ അകത്തുനിന്ന് പിന്നെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആകെപ്പാടെ എന്നെ ചക്ക കുഴയ്ക്കുന്ന പോലെ കുഴച്ച്.
കാരണം പുള്ളി എന്തോ ചോദിക്കുന്നത്, അവസാനമായപ്പോൾ പുള്ളി എന്തോ ചോദിക്കുന്നത്, ഞാൻ എന്തോ പറയുന്നത്, എൻ്റെ റിലേ ഫുൾ ഔട്ടായി. ആ ഒരു ഇതിലേക്ക് പോയി. അപ്പോൾ തന്നെ പുള്ളിക്ക് ക്യാച്ച് ചെയ്യാനുള്ളതെല്ലാം പുള്ളി ക്യാച്ച് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞാൻ ഡൗൺ ആയി. കാരണം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മാറിപ്പോയി, ഇത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് പറ്റില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ HR വിളിച്ചിട്ട് പറഞ്ഞു, നീ ഫസ്റ്റ് റൗണ്ട് ക്രാക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ് ചെയ്തത്. കാരണം ഇത്രയും ഒരു 10-40 മിനിറ്റിന് ഇൻ്റർവ്യൂ എന്നെ എടുത്തായിരുന്നു. 10-40 മിനിറ്റോളം ആ ഇൻ്റർവ്യൂ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവലായി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ 3rd ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ആ 3rd ഇൻ്റർവ്യൂ ഞാനിവിടെ ക്രാക്ക് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ടെക്നിക്കൽ റൗണ്ട് ക്രാക്ക് ചെയ്തു. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻസ് ലെവൽ എൻ്റെ കൂടുകയും ചെയ്തു. എനിക്കത് ക്രാക്ക് ചെയ്യാനും പറ്റി. അപ്പം നിങ്ങളിപ്പോൾ IT-യിൽ ഇപ്പോൾ ജോബ് നോക്കുന്ന, ഇവിടെ വന്ന് നോക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കുറവായിരിക്കും കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങളുടെ ടെക്നിക്കൽ നോളേജ് ഇമ്പ്രൂവ് ചെയ്യുക. അതിന് കോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ കോഴ്സ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത്, പിന്നെ ടെക്നിക്കലി ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കും, അതുപോലെ തന്നെ കോൾ റെക്കോർഡ് സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അതും കൂടെ പഠിക്കാം. അപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകും. ഓക്കെ, ഈ ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റി. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കോള് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഇൻ്റർവ്യൂസ് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അറ്റൻഡ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് കോള് നമ്മളെ വിളിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് കോള് വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അപ്ലൈ ചെയ്താൽ ഒരു 30 ദിവസമെങ്കിലും, അല്ല 20 തൊട്ട് 30 ദിവസത്തിനിടയ്ക്കേ നമുക്ക് കോള് വരുള്ളൂ, നമ്മുടെ CV സെലക്ട് ആയാലും. അതുപോലെ കോമ്പറ്റീഷനും ഉണ്ട് ഇവിടെ. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇന്ത്യയിലെ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രൂ കോളർ ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ. ആ ട്രൂ കോളർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോളിലേക്ക് കോള് വന്നെന്ന് പറഞ്ഞാലും, നമുക്ക് കോള് കണക്റ്റ് ആയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പണിയില്ലാതിരിക്കുക, ആ നമ്പർ എടുത്തിട്ട് ഞാൻ വാട്സപ്പിൽ സേവ് ചെയ്തിട്ട് വാട്സപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, വാട്സപ്പ് ഉള്ള കുറച്ച് ആൾക്കാരെ എനിക്ക് കിട്ടി, കുറച്ച് പേരെ കിട്ടിയില്ല. ഒരു 5-6 HR നമ്പേഴ്സ് വാട്സപ്പിൽ കാണിക്കുന്നില്ല. കിട്ടിയവർക്കെല്ലാം ഞാൻ മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന പോലെ എനിക്ക് കോൾ വന്നിട്ടുണ്ട്, പിന്നെ ആളാണ്, എൻ്റെ ഇവിടെ ഞാൻ നാട്ടിലാണുള്ളത്, എനിക്കിവിടെ റേഞ്ച് ഇല്ല, എയർടെലിൻ്റെ സിമ്മാണ്, റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടാൻ, എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ടീംസിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു 10-12 ഇൻ്റർവ്യൂസ് റെഡിയായി. ഓക്കെ, അതുപോലെ ചെയ്യുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ജോലി കിട്ടും. ഓക്കെ, താങ്ക്സ് എവരിവൺ.